ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇനീക്വാളിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിനകത്ത് ഇനീക്വാളിറ്റിക്കകത്ത് ആദ്യമായിട്ട് പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനീക്വാളിറ്റി എഴുതുകയാണ്. സപ്പോസ് ഇപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള ഇനീക്വാളിറ്റിയാണ് അല്ലേ. 5 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇനീക്വാളിറ്റി സൈൻ ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ റൂള്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു വാല്യൂ എടുക്കുകയാണ്, 5ൻ്റെ കൂടെ ഞാൻ 6 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 1ൻ്റെ കൂടെയും 6 ആഡ് ചെയ്തു. സോ 5 + 6 11 ആൻഡ് 6 + 1 7. 11 is greater than 7 എന്ന് വന്നു അല്ലേ. അപ്പോൾ 5ൻ്റെ കൂടെ ഒരു വാല്യൂ, ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച്. ദെൻ സിമിലർ കേസ് തന്നെ 5 അല്ലേ എടുത്തിരിക്കുന്നത്, 5 ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് ഇനീക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി 4 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇത് രണ്ടിന്നും ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ 5 - 4ഉം 1 - 4ഉം കിട്ടി. 5 - 4 1 എന്ന് കിട്ടി, 1 - 4 -3 എന്നും കിട്ടി. സോ 1 ഇസ് ഗ്രേറ്റർ ദാൻ -3 ആണ്. സോ എന്ത് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇനീക്വാളിറ്റിയുടെ സൈന് ചേഞ്ച് ആവത്തില്ല. സോ ഇതെങ്ങനെ നമുക്ക് എഴുതാം? സപ്പോസ് ഇപ്പോൾ 3x + 4 is greater than 5. 3x + 4 is greater than 5 ആണെന്ന് ഇരിക്കട്ടെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഒരു ഇനീക്വാളിറ്റി എക്സ്പ്രഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിൽ നിന്ന് ഞാനൊരു 5 ആഡ് ചെയ്യാണ്. 5 ആഡ് ചെയ്തു. അപ്പോൾ 3x + 4 + 5 എന്ന് കിട്ടി. ഇപ്പുറത്ത് 5 + 5 എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ 3x + 9 is greater than 10 എന്ന് നമുക്ക് എഴുതാം. അതായത് ഇതിൻ്റെ സൈന്, ഇനീക്വാളിറ്റിയുടെ സൈന് ചേഞ്ച് ആവത്തില്ല. സിമിലർ കേസ് തന്നെയാണ്. ഇപ്പോൾ 3x + 4 greater than 5 എന്ന് പറയുന്ന ഒരു ഇനീക്വാളിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 3x + 4 - 8 is greater than 5 - 8 എന്നാണ് നമ്മൾ എടുക്കുക. അതായത് എന്ത് നമ്പർ സബ്ട്രാക്ട് ചെയ്താലും ആഡ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ആവില്ല. അപ്പോൾ ഇവിടെ 3x - 4 is greater than -3 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു കേസിൻ്റെ ആപ്ലിക്കേഷൻ. ഇതെങ്ങനെ ഇതിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ. അതായത് ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി will not change ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനുമാണ് നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ ഡിവിഷനുമാണ്. ഒന്നാമത് ആദ്യം നമ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് 5 is greater than 4. ഇത് ട്രൂ ആയിട്ടുള്ള ഒരു ഇനീക്വാളിറ്റി ആണല്ലോ. 5 is greater than 4. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഒരു നോൺ സീറോ നമ്പർ k യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നടത്തുന്നത്. അപ്പോൾ kയുടെ വാല്യൂ അനുസരിച്ചാണ് നമ്മുടെ ഇനീക്വാളിറ്റിയിൽ സൈൻ ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. സോ 5 - 4, 5 is greater than 4 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ k എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് kക്ക് വാല്യൂ ഇട്ടിട്ടുണ്ട്. kയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
-1 ആണ്. കെയുടെ വാല്യൂ -1. 5 ഇൻറ്റു -1 എന്ന് വന്നു. ഇവിടെ 4 ഇൻറ്റു -1 എന്ന് വന്നു. സോ -5ഉം കിട്ടി, -4ഉം കിട്ടി. ശരിക്കും എന്താണ് -5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -4 ആണോ ലെസ് ദാൻ -4 ആണോ? -5 എന്ന് പറയുന്നത് ലെസ് ദാൻ -4 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സൈന് ഗ്രേറ്റർ ദാൻ ആണ്. പിന്നെ നമ്മൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെ ഒരു നെഗറ്റീവ് നമ്പർ ആയിരുന്നു. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി ചേഞ്ച് ആയി. സിമിലർ കേസ് 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. ഇനി കെ എന്ന് പറയുന്ന നമ്പർ നമ്മൾ 2 എടുക്കുകയാണ്. അപ്പോൾ 5 ഇൻറ്റു 2 ഇപ്പുറത്ത് 4 ഇൻറ്റു 2ഉം വരും. ഓക്കെ, ദെൻ 10 8ഉം വന്നു. 10 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 8 ആണ്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് ചേഞ്ച് ആണ്. സിമിലർ കേസ് തന്നെയാണ് നമ്മളിപ്പോൾ നമ്പർ കൊണ്ട് പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതും സിമിലർ കേസ് തന്നെയാണ്. അതായത് ഇപ്പോൾ 8 ഈസ് ഗ്രേറ്റർ ദാൻ 4. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് നമ്പർ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 8/4 എന്ന് കിട്ടും, 4/4 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 1 എന്ന് കിട്ടും. ഓക്കെ, 2 എന്നും കിട്ടി, 1 എന്നും കിട്ടി. ദെൻ 8/4 2 കിട്ടി. അപ്പോൾ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. അതായത് പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി ചേഞ്ച് ആയില്ല. ഗ്രേറ്റർ ആയിരുന്നു, പിന്നെ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഗ്രേറ്റർ ആണ് നമുക്ക് വന്നത്. സിമിലർ കേസ് തന്നെ 8നെ ഞാനൊരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/-2 വരും, ഇവിടെ -4 വരും, അതേപോലെ ഇവിടെ -2 വരും. -4 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ -2 ആണ്. സോ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി ഇവിടെ ചേഞ്ച് ആയി. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത്, നമ്മൾ കെ എന്ന് പറയുന്ന ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കും. സോ അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കെയുടെ സൈൻ എന്താണോ അതനുസരിച്ചാണ് സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി നമ്മൾ പറയുന്നത്. അതായത് കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മുടെ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച്. ആൻഡ് കെ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്. മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കേസിലാണ്. എന്നാൽ നമ്മുടെ അഡിഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ കെ ആഡ് ചെയ്യുകയും കെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കുറച്ച് ലീനിയർ ഇനീക്വാലിറ്റീസ് സോൾവ് ചെയ്യാം. ലീനിയർ ഇനീക്വാലിറ്റീസ് സോൾവ് ചെയ്യുകയാണ്. സോ ആദ്യത്തെ കേസ് 3x minus 2. 3x minus 2 is greater than or equal to 4. 3x minus 2 greater than or equal to 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇനീക്വാലിറ്റി. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 3x minus 2 greater than or equal to 4 എന്ന് തന്നിട്ടുണ്ട്. So 3x ഉണ്ട്, 3x എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 + 2 എന്ന് വരും. 4 + 2 എന്ന് വരുമ്പോൾ ഇവിടെ 6 വരും. ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും വരും. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നും കൂടെ ഇവിടെ വരും. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് 3x - 2 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. ഓക്കെ, ദെൻ നമ്മൾ 2 ഇപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും അല്ലേ? ഇതെങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്? ശരിക്കും ചെയ്യുന്നത് 3x - 2 ഉണ്ട്, ഇവിടെ 4ഉം ഉണ്ട് അല്ലേ? ദെൻ 3x - 2ൻ്റെ കൂടെ നമ്മളൊരു 2 ആഡ് ചെയ്തു, ഇപ്പുറത്ത് നമ്മളൊരു 2 ആഡ് ചെയ്തു. ദെൻ ഇവിടെ നമുക്ക് 3xും കിട്ടി, അതേപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് 6ഉം കിട്ടി. സോ നമ്മൾ നമ്പർ ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞാലും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി റിമൈൻ സെയിം ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ്? 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും.
3 വെച്ച് ഡിവൈഡ് ചെയ്യും. 3 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. 3 പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് തന്നെ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ നോട്ട് ചേഞ്ച് ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് നമ്പർ ലൈനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഒരു എൻ പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 2 ആണ്. ദെൻ 2ഉം 2വിനേക്കാളും കൂടുതൽ, അപ്പോൾ ഇങ്ങോട്ടായിരിക്കും, അതായത് പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടായിരിക്കും ഇത് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ 2 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഉണ്ടല്ലോ, സോ 2 ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇതിൻ്റെ ഇൻ്റർവൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ബിലോങ്സ് ടു 2, ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പണും 2ൻ്റെ അവിടെ ക്ലോസ്ഡും ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണ് അല്ലേ? ദെൻ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരികയാണ്. (12x - 5 by 3 is less than minus 5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചോ. സോ ഇവിടെ എന്താ, ഇവിടെ തന്നിരിക്കുന്നത് 12x - 5 ആണ്. ഇനി നമ്മൾ ഈ 3 നമുക്ക് പോകണം. 3 പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 12x - 5 ഇസ് ലെസ് ദാൻ 3 × -5 ചെയ്തു. 3 × -5 ചെയ്യുമ്പോൾ -15 എന്ന് വരും. ദെൻ അഗെയിൻ 12x ഇസ് ലെസ് ദാൻ -15 + 5 എന്ന് വരും. സോ 12x is less than -10 എന്ന് വന്നു. then x less than -10/12, അതായത് x less than -5/6 എന്ന് വന്നു. x is less than -5/6 എന്നും വന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്ക് 12x - 5/3 is less than -5 എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഈ 3 ആദ്യം മാറ്റണം. 3 മാറ്റാനായിട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പർ കൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3ഉം 3ഉം ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ -5ൻ്റെ കൂടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യും. സോ നമുക്ക് 15 എന്ന് കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ സൈൻ ഓഫ് ദി ഇനീക്വാളിറ്റി ചേഞ്ച് ആവത്തില്ല. ഇനി നമുക്ക് 12x - 5 ഇസ് ലെസ് ദാൻ -15 എന്ന് കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് ഈ -5നെ കളയണം. -5നെ കളയാന്ന് വെച്ചാൽ +5 ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ +5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തും +5 ആഡ് ചെയ്യും. +5 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 12x വരും, ഇവിടെ -10 എന്നും വരും. ദെൻ +5 ആണ് ഇവിടെ ആഡ് ചെയ്തത്. ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമ്മൾ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ നോട്ട് ചേഞ്ച് ആണ്. സോ 12x ഇസ് ലെസ് ദാൻ -10 വന്നു. ദെൻ അഗെയിൻ 12 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x ഇസ് ലെസ് ദാൻ -10/12 എന്ന് വരും. സോ x ലെസ് ദാൻ -5/6 എന്ന് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് 3x - 5 by -6 ഈസ് ലെസ് ദാൻ 1 ഇങ്ങനെ വന്നു. സോ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്കിവിടെ -6 ആണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ആദ്യം ഈ -6 മാറണം. -6 മാറാൻ എന്ത് ചെയ്യും? -6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 3x - 5 by -6 into -6 ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് 3x - 5 കിട്ടും. അപ്പോൾ നമ്മളിവിടെ -6 മൾട്ടിപ്ലൈ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × -6 എന്ന് വന്നു. ഓക്കെ, ദെൻ നമ്മളൊരു നമ്പർ k എന്ന് പറയുന്ന ഒരു നമ്പർ, നോൺ സീറോ നമ്പർ, നെഗറ്റീവ് നമ്പറാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്. അപ്പോൾ സൈൻ ഓഫ് ദ ഇനീക്വാളിറ്റി എന്താവും? ഈ ലെസ് ദാൻ എന്നുള്ളത് ഇവിടെ ഗ്രേറ്റർ ദാൻ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 3x - 5 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ -6 എന്ന് കിട്ടി. 3x - 5 ഗ്രേറ്റർ ദാൻ -6 എന്ന് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ദെൻ
ഇനി ഈ 5 മാറ്റണം. 5 മാറ്റാൻ +5 കൊണ്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് ദി ഇനീക്വാളിറ്റി ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഇവിടെ -5 + 5 വരുമ്പോൾ 0 വരും. ഇവിടെ -6 + 5 വരുമ്പോൾ എന്താ? -1 എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1/3 എന്നും വരും. ഓക്കെ, -1/3 എന്നും വന്നു. ഇനി ഇതിനെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തേ. നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ -1/3 ഉണ്ട്. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1/3 ആയതുകൊണ്ട് ഇങ്ങോട്ടാണ്. സോ ഇങ്ങോട്ട് ഇൻഫിനിറ്റി. ദെൻ അടുത്തത് -1/3 ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് അല്ല അല്ലേ, ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു ഹോളോ സർക്കിളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഇൻ്റർവൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു -1/3, ഇൻഫിനിറ്റി ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇവിടെ ഉണ്ടാവുക. ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇവിടെ ഉള്ളത്. ദെൻ സിമിലർ കേസ് ഇത് എക്സ് <-5/6 എന്ന് പറയുമ്പോൾ അത് ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു -∞, -5/6 ആണ്. ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഇവിടെ ഉള്ളത്. ദെൻ അതേപോലെ തന്നെ ഇത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് <-5/6 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ -5/6 എങ്കിൽ -5/6 തൊട്ട് -∞ വരെ, അത് -∞ to -5/6 ആണ്. സോ ഇതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇങ്ങോട്ടാണ് ഉള്ളത്. ദെൻ ഇവിടെ ഓപ്പൺ സർക്കിൾ ആയിരിക്കും, ബിക്കോസ് -5/6 ഇൻക്ലൂഡഡ് അല്ല. സോ ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഇനീക്വാളിറ്റിയിലെ നമ്പർ ലൈൻ റെപ്രസെൻറ്റേഷനും ഇൻ്റർവൽ റെപ്രസെൻറ്റേഷനും. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വേവി കർവ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. വേവി കർവ് മെത്തേഡ് എന്താണ്? വേവി കർവ് മെത്തേഡ് നമ്മുടെ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വേവി കർവ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ വേവി കർവ് മെത്തേഡിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് പറയാം. അതിനകത്ത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ടാവും. ഇതിനിടയ്ക്കായിരിക്കും നമ്മുടെ ഇനീക്വാളിറ്റി സിമ്പൽ ഉണ്ടാവുക. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേവി കർവ് മെത്തേഡിനെ കുറിച്ചാണ്. വേവി കർവ് മെത്തേഡിനകത്തുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് LHS എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു RHS, ഇങ്ങനെ ഒരു മോഡലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഈ RHSനെ 0 ആക്കണം. RHSനെ 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ RHS സൈഡിലുള്ളതിനെയും കൂടെ നമ്മൾ LHS സൈഡിലോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മൾ RHSനെ 0 ആക്കുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലീനിയർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പോൾ x-1, x-3 ബൈ x-2, x-4, അല്ലെങ്കിൽ 2x-3, അങ്ങനെ നമ്മൾ മാറ്റും. അതായത് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റും. അതിനുശേഷം നമ്മൾ ഈ ഓരോരോ ലീനിയർ ഫാക്ടേഴ്സിനെയും ഈക്വേറ്റ് ടു 0 ചെയ്യണം. ഈ ഓരോ ലീനിയർ ഫാക്ടേഴ്സും 0 ആവുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് CP. ഓക്കെ, ഈ എല്ലാ ലീനിയർ ഫാക്ടേഴ്സും 0 ആവുന്ന പോയിൻ്റ് കണ്ടുപിടിക്കുക, അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്ക് 4 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഇത് 1, 2, 3, 4 ഇങ്ങനെ 4 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര റീജിയൻസ് കിട്ടി? 1, 2, 3, 4, 5 റീജിയൻസ് കിട്ടി. ഈ ഓരോരോ റീജിയനിലും നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂവിൻ്റെ സൈൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുക.
അതിവിടെ മാർക്ക് ചെയ്യുക. അതായത് സപ്പോസ് ഈ ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് ഇരിക്കട്ടെ. 3 കഴിഞ്ഞുള്ള ഏതൊരു വാല്യൂവും നമ്മൾ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ്റെ സൈൻ എന്താണെന്ന് നോക്കുക. സിമിലർ കേസ് തന്നെ, സപ്പോസ് ഇതിപ്പോൾ 2ഉം ഇത് 3ഉം ആണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വാല്യൂവിൽ എക്സ്പ്രഷൻ്റെ സൈൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇനീക്വാലിറ്റി ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ പോസിറ്റീവും അതേപോലെ 0 വരുന്നതുമായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നെഗറ്റീവും അതേപോലെ തന്നെ 0 വരുന്ന പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, സപ്പോസ് ഞാൻ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ x² - 3x + 2 / x + 4 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നമ്മളെ എക്സ്പ്രഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സോൾവ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ RHS 0 ആണോ നോക്കുക. RHS 0 ആണ് അല്ലേ. ഇനി ഇതിനെ ലീനിയർ ഫാക്ടേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിനെ ലീനിയർ ഫാക്ടറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ x² - 3x + 2 ആണ് അല്ലേ. ഇതിനെങ്ങനെ എഴുതാം? x² - 2x - x + 2 ആണ്. സോ x × x - 2 -1 × x - 2 എന്ന് വരും. സോ x - 1 × x - 2 എന്നാണ് നമ്മളിതിനെ എഴുതുന്നത്, ലീനിയർ ഫാക്ടറായിട്ട് എഴുതുന്നത്. അപ്പോൾ ഈ മൊത്തത്തിൽ എങ്ങനെ എഴുതും? മൊത്തത്തിൽ എഴുതാനുള്ളത് x - 2 x - 1 / x + 4 is greater than or equal to 0. ദെൻ ഈ ഓരോരോ ലീനിയർ ഫാക്ടേഴ്സിനെയും ഈക്വേറ്റ് ടു 0 ചെയ്യുക. അതായത് ഈ ലീനിയർ ഫാക്ടർ എപ്പോഴാണ് 0 ആവുന്നത്? എക്സിൻ്റെ വാല്യൂ 2 കിട്ടുമ്പോഴാണ്. ദെൻ ഇതെപ്പോഴാണ് ഈ ഒരു ലീനിയർ ഫാക്ടർ 0 ആവുന്നത്? എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോഴാണ്. ഇതെപ്പോഴാണ് 0 ആവുന്നത്? ഇത് 0 ആവുന്നത് എക്സിൻ്റെ വാല്യൂ -4 കൊടുക്കുമ്പോഴാണ്. സോ ഓരോന്നും നമ്മളങ്ങനെ മാർക്ക് ചെയ്യുക. അതായത് x - 2 = 0, x - 1 = 0, x + 4 = 0. സോ അതിൽ നിന്ന് നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. അതായത് x - 2 = 0 എന്ന് പറഞ്ഞാൽ x = 2 ആണ്. ദെൻ x - 1 = 0 ചെയ്യുമ്പോൾ x = 1 ആണ്. x + 4 = 0 ചെയ്യുമ്പോൾ x = -4 ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഇതിനെ ഇതിൽ മാർക്ക് ചെയ്യുക. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തേ -4 1 2 അങ്ങനെ നമ്മൾ നമ്പർ ലൈനിൽ ഇതിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഓരോ റീജിയൻസിലും 1 2 3 4 അങ്ങനെ 4 റീജിയൻസാണ് ഇവിടെയുള്ളത്. ഈ ഓരോ റീജിയൻസിലും ഈ എക്സ്പ്രഷൻ്റെ ടോട്ടൽ സൈന് എന്താണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 ആണുള്ളത് അല്ലേ. ദെൻ ഇതിനിപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഇപ്പോൾ ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ 3 എടുത്താലോ 4 എടുത്താലോ അല്ലെങ്കിൽ 2.01 എടുത്താലോ ഒന്നും പ്രശ്നമില്ല. അതിൻ്റെ സൈൻ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ഞാനിവിടെ 3 എടുക്കുകയാണ്. 3 എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, 3 - 2 പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് അല്ലേ. 3 - 1 പോസിറ്റീവാണ്. താഴെ 3 + 4 പോസിറ്റീവാണ്. സോ മൊത്തത്തിൽ ഇത് പോസിറ്റീവാണെന്ന് കിട്ടി. സോ നമ്മളിവിടെ പ്ലസ് സൈന് കൊടുത്തു. ഇനി 1നും 2നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുക്കാം. 1നും 2നും ഇടയ്ക്ക് ഞാൻ 1.5 എടുക്കുകയാണ്. 1.5 എടുത്തു കഴിഞ്ഞാൽ 1.5 - 2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. 1.5 - 1 പോസിറ്റീവ് വാല്യൂ. ദെൻ 1.5 + 4 പോസിറ്റീവ് വാല്യൂ. അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ബൈ പോസിറ്റീവ് ആണ് നമുക്കിവിടെ കിട്ടിയത്. സോ ഓവറോൾ ഇത് നെഗറ്റീവാണ്. ദെൻ അടുത്തത് -4നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുക്കാനാണ് പറയുന്നത്. ഞാനിവിടെ 0 എടുത്തു. 0 എടുത്തു കഴിഞ്ഞാൽ 0 - 2 -2 കിട്ടി. 0 - 1 -1 കിട്ടി. ദെൻ താഴെ 0 + 4 4 കിട്ടി. അപ്പോൾ ഇവിടെ -2 × -1/4 ആണ് കിട്ടിയിരിക്കുന്നത്. 2 മൈനസ് ഉണ്ട്. അപ്പോൾ -× പ്ലസ് ആവുകയാണ് ചെയ്യുക. സോ ഇവിടുത്തെ മൊത്തം സൈന് പ്ലസ് ആണ്. ഇനി -4ന് മുന്നേ ഉള്ള ഒരു വാല്യൂ എടുത്തേ. -4ന് മുന്നേ ഉള്ള ഒരു വാല്യൂ എടുക്കാൻ പറയുമ്പോൾ ഞാൻ -5 എടുത്തു. -5 എടുത്തു കഴിഞ്ഞാൽ -5 - 2
അത് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി. -5 -1 അതും നെഗറ്റീവ് വാല്യൂ കിട്ടി. ദെൻ -5 + 4 അതും നെഗറ്റീവ് വാല്യൂ കിട്ടി. അപ്പോൾ 3 നെഗറ്റീവാണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി, ബൈ നെഗറ്റീവ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ സൈന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സൈന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ചെയ്യാനുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഫസ്റ്റ് നമ്മൾ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് നോക്കും. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെയാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത്? ഇവിടെ മൊത്തം പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെയും മൊത്തം പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി എവിടെയൊക്കെയാണ് ഇത് 0 ആവുന്നത് എന്ന് നോക്കാം. 0 ആവുന്നത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ മൊത്തത്തിൽ x2 - 2 0 കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ഇത് 0 ആവും. അപ്പോൾ 2 എന്നുള്ളത് നമുക്ക് എടുക്കാം. ഇനി എക്സിന് നമ്മൾ 1 കൊടുത്തു. 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്റർ മൊത്തത്തിൽ 0 ആയി. അപ്പോൾ നമുക്ക് അതിലും എക്സ്പ്രഷൻ 0 ആവുമെന്ന് കിട്ടി. ഇനി എക്സിന് 4 കൊടുത്തു, അല്ല എക്സിന് -4 കൊടുത്തു. എക്സിന് -4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് വരിക? -4 -2 -6 വന്നു. -4 -1 -7 വന്നു. താഴെ -4 + 4 ആണ് 0 വരും. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ് -4 നമുക്ക് കൊടുക്കാൻ പറ്റില്ല. -4 നമ്മൾ ഓപ്പൺ സർക്കിളായിട്ടാണ് എഴുതുക. ദെൻ ഇതിനെ നമ്മൾ ഇൻ്റർവൽ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതുമ്പോൾ എക്സ് ബിലോങ്സ് ടു -4, 1 ഉണ്ട്. 1ൻ്റെ അവിടെ ക്ലോസ് സർക്കിളും -4ൻ്റെ അവിടെ ഓപ്പൺ സർക്കിളും ആണ്. യൂണിയൻ 2, ∞. 2ൻ്റെ അവിടെ ക്ലോസ് ബ്രാക്കറ്റും ദെൻ ഇൻഫിനിറ്റിയുടെ അവിടെ ഓപ്പൺ ബ്രാക്കറ്റുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ x² - 6x + 8 by x + 3 is greater than 0. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യണം. ആദ്യത്തെ കേസ് നമ്മൾ ഈ RHS 0 ആണ് ഓൾറെഡി തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ ലീനിയർ ഫാക്ടർ ആക്കണം. x² - 6x + 8 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8ഉം വരണം, ആഡ് ചെയ്യുമ്പോൾ -4ഉം വരണം. സോ അത് ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? x - 4ഉം x - 2ഉം ആണ്. ഓക്കെ, ദെൻ ബൈ x + 3 ചെയ്തു. ഇനി ഇതിൻ്റെ ഓരോ ലീനിയർ ഫാക്ടറും ഇക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടുന്നത് 4ഉം 2ഉം -3ഉം ആണ്. 4ഉം 2ഉം -3ഉം ആണ് നമുക്കിവിടെ കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഇത് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. 2, 4, -3 മാർക്ക് ചെയ്തല്ലോ. ഇനി ഈ 4 റീജിയൻസിലെയും എക്സ്പ്രഷൻ്റെ വാല്യൂ നോക്കാം. സോ 4നേക്കാളും കൂടിയിട്ടുള്ള ഈ ഒരു റീജിയനിൽ ഈ എക്സ്പ്രഷൻ്റെ മൊത്തത്തിലെ വാല്യൂ നോക്കിക്കേ. 5 എടുത്തു കഴിഞ്ഞാൽ 5 - 4 പോസിറ്റീവാണ്, 5 - 2 പോസിറ്റീവാണ്, 5 + 3 പോസിറ്റീവാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പോസിറ്റീവാണ്. ദെൻ ഇവിടെ 3 എടുത്തു കഴിഞ്ഞാൽ 3 - 4 നെഗറ്റീവ്, 3 - 2 പോസിറ്റീവ്, 3 + 3 പോസിറ്റീവാണ്. സോ മൊത്തത്തിൽ നെഗറ്റീവാണ് ഇവിടെ വരുന്നത്. ദെൻ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ -4 -2 അത് പോസിറ്റീവായി. ദെൻ ബൈ 3 ആയി. ദെൻ പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇവിടെ -4 കൊടുക്കുകയാണ്. -4 കൊടുത്താൽ -8 കിട്ടും. ദെൻ -6 കിട്ടും. ഇവിടെ -1 കിട്ടും. അപ്പോൾ 3 മൈനസാണ് ഇവിടെ ഉള്ളത്. സോ മൊത്തത്തിൽ ഇത് നെഗറ്റീവാണ്. ഇനി അടുത്തത്
ഈക്വൽ ടു സീറോ എന്നുള്ളത് ഇവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ, ഗ്രേറ്റർ ദാൻ സീറോ ആണ്. സോ നമ്മൾ ആദ്യം ഗ്രേറ്റർ ദാൻ സീറോ ഏതൊക്കെയാണെന്ന് എടുക്കുക, അതെടുത്തു. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 4ൽ വാല്യൂ 0 ആണ്, പക്ഷേ ഗ്രേറ്റർ ദാൻ 0 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്പൺ സർക്കിൾ കൊടുക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 2ൽ ഇവിടെ ഓപ്പൺ സർക്കിൾ കൊടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു 2ൽ ഇതിൻ്റെ വാല്യൂ 0 ആവും. എക്സ്പ്രഷൻ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്, സോ അതെടുക്കത്തില്ല. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു -3ൽ ഈ എക്സ്പ്രഷൻ നോട്ട് ഡിഫൈൻഡ് ആവും, അതും എടുക്കത്തില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഇൻ്റർവെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇൻ്റർവെല്ലിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ബിലോങ്സ് ടു -3, 2 അത് ഓപ്പൺ ബ്രാക്കറ്റിലാണ്. യൂണിയൻ ഓപ്പൺ ഇൻ്റർവെല്ലിലാണുള്ളത്. യൂണിയൻ 4, ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂസ്. എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് x-3, x plus 2, x plus 1, x minus 4 is greater than or equal to 0. തന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിപ്പോൾ എന്താണ്, ന്യൂമറേറ്ററിൽ മാത്രമുള്ളതാണ് തന്നിരിക്കുന്നത്. ഇതിനർത്ഥം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ആദ്യം RHS 0 ആണോ? RHS 0 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ലീനിയർ ഫാക്ടേഴ്സ് 0 ആവുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മളിതിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ലീനിയർ ഫാക്ടർ 0 ആവുന്നത് x3യിലാണ്. ദെൻ ഇത് 0 ആവുന്നത് x-2യിലാണ്. ദെൻ ഈ ലീനിയർ ഫാക്ടർ 0 ആവുന്നത് x-1ലാണ്. ദെൻ ഈ ലീനിയർ ഫാക്ടർ 0 ആവുന്നത് x4ലാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ x-3 ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 3, x plus 2 ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു -2, x plus 1 ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു -1, x minus 4 ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 4. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ദെൻ ഇത് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുകയാണ്. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. -2, -1, 3, 4. ഇനി ഈ ഓരോരോ റീജിയൻസിലും 4 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടാകുമ്പോൾ 5 റീജിയൻസ് ആണ് ഉണ്ടാവുന്നത്. സോ 5 റീജിയൻസിലും ഇതിൻ്റെ സൈൻ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ 4നെക്കാളും കൂടുതലുള്ള ഒരു വാല്യൂ എടുക്കുക. 5 എടുക്കുക. 5 എടുത്തു കഴിഞ്ഞാൽ 5 - 3 പോസിറ്റീവ്, 5 + 2 പോസിറ്റീവ്, 5 + 1 പോസിറ്റീവ് ആൻഡ് 5 - 4 പോസിറ്റീവ്. അപ്പോൾ മൊത്തത്തിൽ ഇത് പോസിറ്റീവ് കിട്ടി. എനിക്ക് 3ക്കും 4നും ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കാനാണ്. അപ്പോൾ 3.5 എടുത്തു. 3.5 എടുത്താൽ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. എന്നാൽ ഇവിടെ ഇത് നെഗറ്റീവ് വരും. കാരണം 3.5 - 4 ആണ്. 0.5 - 0.5 എന്ന് കിട്ടും. സോ ഇത് നെഗറ്റീവ് കിട്ടി. -1നും 3ക്കും ഇടയിലുള്ള ഒരു വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ -3, 2, 1, -4. 2 മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആയി മാറും. സോ ഇവിടെ പ്ലസ് കിട്ടി. ഇനി -2നും -1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുക്കുക. -1.5 എടുക്കുകയാണ്. -1.5 എടുത്താൽ ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇതും മൈനസ്. അങ്ങനെ 3 മൈനസ് ഉണ്ട്. സോ ഇവിടെ മൈനസ് കിട്ടും. then ഇവിടെ -3 എടുത്തു. -3 എടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതും നെഗറ്റീവ്. അങ്ങനെ മൊത്തത്തിൽ പോസിറ്റീവ് കിട്ടി. ഇനി അടുത്തത് ഇതിപ്പോൾ ഗ്രേറ്ററിൻ്റെ കേസസ് പറഞ്ഞു കഴിഞ്ഞു. ഗ്രേറ്ററിൻ്റെ കേസസ് ഏതൊക്കെയാണ് വന്നത്? ഇവിടുന്ന് ഇത്രയും, ദെൻ ഇവിടുന്ന് ഇത്രയും, ദെൻ ഇവിടുന്ന് ഇത്രയുമാണ് ഗ്രേറ്ററിൻ്റെ കേസസ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? 0 ആവുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എക്സ്പ്രഷൻ 0 ആവുന്നുണ്ട് അല്ലേ. എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും എക്സ്പ്രഷൻ 0 ആവുന്നുണ്ട്. സോ എല്ലാ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലും നമ്മൾ ഡാർക്ക് സർക്കിൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷനായിട്ട് എഴുതണം. ഇൻ്റർവെൽ റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് ബിലോങ്സ് ടു ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ -∞ ടു -2 ആണ്. യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 to 3.
യൂണിയൻ സെമി ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണിത് 4,∞. ഓക്കെ, 4,∞. ഇത് ഓപ്പൺ ഇൻ്റർവെല്ലാണ്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇത് നോക്കിയല്ലോ. 3 നോക്കിയതിൽ നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ ഈ ഡിനോമിനേറ്റർ എടുക്കുമല്ലോ. ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടല്ലോ. ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അതെപ്പോഴും ഹോളോ സർക്കിൾ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹോളോ സർക്കിൾ വെച്ചാണ് അത് മാർക്ക് ചെയ്യുന്നത്. ദെൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ന്യൂമറേറ്ററിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എപ്പോഴും ഡാർക്ക് സർക്കിൾ വെച്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും രണ്ടിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഹോളോ സർക്കിൾ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ന്യൂമറേറ്റർ ആയാലും ഡിനോമിനേറ്റർ ആയാലും രണ്ടിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ ഹോളോ സർക്കിൾ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. സോ ഡിനോമിനേറ്ററിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഹോളോ സർക്കിൾ വെച്ചും ന്യൂമറേറ്ററിലെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്താ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ വന്നു കഴിഞ്ഞാൽ ഹോളോ സർക്കിളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാർക്ക് സർക്കിളുമാണ് വെക്കുന്നത്. എന്നാൽ ഡിനോമിനേറ്ററിൻ്റെ കേസിൽ വാട്ട് എവർ മേ ബി ദ കേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഏത് വന്നു കഴിഞ്ഞാലും നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സിൽ നമ്മൾ ഹോളോ സർക്കിളാണ് മാറുക. അതായത് ഓൾവേസ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ആയാലും ലെസ് ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും നമ്മളിതിൽ ഹോളോ സർക്കിളാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. x-4/2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ x-4 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6 ഇൻറ്റു 2 എന്ന് കിട്ടും. സോ x-4 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -12. ദെൻ അഗെയിൻ x is greater than or equal to -12 plus 4 and x is greater than or equal to -8 എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് x-4/-2 is greater than or equal to -6 ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ -2 കൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ ചേഞ്ച് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ ചേഞ്ച്. സോ x-4 is greater than or equal to 12 എന്നല്ല ഇവിടെ വരിക. ഇവിടെ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് വരിക. സോ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് ഇവിടെ വരും. ദെൻ അടുത്ത നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x-4/x-6 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വന്നു. അപ്പോൾ നമുക്ക് x-4 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x-6 ഇൻറ്റു 4 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. ഇത് റോങ് ആണ്. ദിസ് വൺ എന്ന് പറയുന്നത് റോങ് ആണ്. ബിക്കോസ് നമുക്ക് x-6ൻ്റെ സൈന് എന്താണെന്ന് അറിയില്ല. അതായത് x-6ൻ്റെ സൈൻ ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ നോട്ട് ചേഞ്ച്. എന്നാൽ x-6ൻ്റെ സൈന് നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ ചേഞ്ച്. സോ വി ഡോണ്ട് നോ വാട്ട്സ് ദി സൈൻ ഓഫ് ദിസ് x-6. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഈ RHSനെ 0 ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ RHSനെ എങ്ങനെ നമുക്ക് 0 ആക്കാം? RHSനെ 0 ആക്കണമെങ്കിൽ നമ്മളിത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിലോ ഇവിടെ 0 ആകണമെങ്കിൽ -4 കൊണ്ട് 4 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ 0 ആവുന്നത്. സോ 4 - 4
0 വരും. അതേപോലെ ഇവിടുന്നും 4 സബ്ട്രാക്ട് ചെയ്യുക. സോ സബ്ട്രാക്ഷൻ്റെ കേസിൽ സൈൻ ഓഫ് ദ ഇനീക്വാലിറ്റി വിൽ നോട്ട് ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ x-4/x-6 -4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇനി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമോ? ചെയ്യാം. ബിക്കോസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീക്വാലിറ്റിയുടെ 2 സൈഡിൽ കിടന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇപ്പോൾ ഇനീക്വാലിറ്റിയുടെ ഒരു സൈഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് x-6 × 4 ഇവിടെ എഴുതാനായിട്ട് പറ്റും. സോ x-4 -4 × x-6 കണ്ടു. താഴെ x-6 ഉണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ x-4 -4x +24 x-6 എന്ന് കിട്ടി. ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ ഇവിടെ -3x എന്നുണ്ട്. -3x +20 x-6 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നു. ദെൻ അഗെയിൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇവിടുത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ -3x +20 = 0 ചെയ്യുമ്പോൾ x = 20/3 എന്ന് കിട്ടും. അതേപോലെ താഴത്തേൽ x = 6 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതിവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 20/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുക. അപ്പോൾ 6ഉം ഉണ്ട് ഇവിടെ, 20/3ഉം ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തെ കേസിൽ ഇവിടെ ഇപ്പോൾ ഞാൻ 7 എടുത്തു കഴിഞ്ഞാൽ താഴെ നെഗറ്റീവ് വരും അല്ലേ. താഴെ നെഗറ്റീവാണ്, അല്ല മുകളിൽ നെഗറ്റീവാണ് വരുന്നത്. താഴെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് വരുന്നത്. താഴെ പോസിറ്റീവ് വരും, മുകളിൽ നെഗറ്റീവ് വരും. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നെഗറ്റീവ് വരും. ദെൻ അഗെയിൻ ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ എടുത്തു. ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ഉണ്ട്. ഇത് 20/3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 6. ദെൻ 20 ഉണ്ട്. 20 എന്ന് പറയുമ്പോൾ 6.6 സംതിങ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 6.1 എടുത്തെന്ന് വെച്ചോ. 6.1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് കിട്ടും, ഇവിടെയും പോസിറ്റീവ് കിട്ടും. അങ്ങനെ ഇത് മൊത്തത്തിൽ പോസിറ്റീവായി. ഇനി ഇവിടെ 0 എടുത്തു കഴിഞ്ഞാൽ 20 ഉണ്ട്, -6 ഉണ്ട്. അങ്ങനെ ഇത് നെഗറ്റീവായി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ വാല്യൂ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രേറ്റർ വാല്യൂ. ഇനി അടുത്തത് 0 ആവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ന്യൂമറേറ്ററിലെ വാല്യൂ എന്തായാലും ഇൻക്ലൂഡഡ് ആണ്. ന്യൂമറേറ്ററിലെ വാല്യൂ ഡാർക്ക് സർക്കിളാണ്. വാട്ട് എവർ മേ ബി ദ കേസ് ഡിനോമിനേറ്ററിലെ വാല്യൂ എപ്പോഴും നമ്മൾ ഹോളോ സർക്കിളായിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ x ബിലോങ്സ് ടു 6,20/3 ആണ്. 6ൻ്റെ അവിടെ ഓപ്പൺ ആയിട്ടുള്ള ബ്രാക്കറ്റും 20/3യുടെ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേബി കർവ് മെത്തേഡ്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നെക്സ്റ്റ് ക്ലാസ്സിലാണ്.